السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എനിക്ക് നിങ്ങളുമായി സംബന്ധിക്കാൻ കിട്ടിയ വിഷയം മതമനുഷ്യനെ മയക്കുന്ന കറുപ്പ്. സഹോദരങ്ങളെ, കറുപ്പ് വെച്ചാൽ അത് ലഹരിയാണ്. നമ്മുടെ മതം ഇസ്ലാം മതം. ആരംഭത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം മതം, സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം മതം, അത് നമ്മുടെ നാനാഭാഗത്തും ആരംഭത്തിൽ മുഖേന അത് എത്തിയിട്ടുണ്ട്. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, ജീവിച്ചിരിക്കുന്ന അന്ന് തന്നെ ചൈനയിൽ ഇസ്ലാം മതമുണ്ട്, അന്ന് തന്നെ യൂറോപ്പിൽ ഇസ്ലാം മതമുണ്ട്. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇന്ത്യയിലും ഇസ്ലാം മതമുണ്ട്. എന്റെ സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാം മതം അതുപോലെ തന്നെ മറ്റു മതങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ നല്ലതാക്കുന്നത്? ഏറ്റവും തുല്യമായ ആ ഒരു മതമാണ് നമ്മുടെ ഇസ്ലാം മതം എന്ന് പറയുന്നത്. ലോകത്തെമ്പാടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ, ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് ലഹരി എന്നത്. ഏതൊരു പരിപാടി കഴിഞ്ഞ് നോക്കട്ടെ, നമ്മളൊന്ന് അതിന്റെ കണക്കെടുത്ത് നോക്കണം ലഹരി എത്രയാണ് വിറ്റതെന്ന്. എന്നാൽ നമ്മുടെ ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നത്, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നത് ലഹരി എന്ന് പറയുന്നത് നമ്മൾ അടുപ്പിക്കരുത്. ആരംഭദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയെ നമ്മൾ അടുപ്പിക്കരുത്. ആ ഒരു മതത്തിന്റെ ഭാവമായിട്ട്, ആ ഒരു മതത്തിന്റെ ശക്തിയായിട്ട് നമ്മൾ നമ്മുടെ ലഹരിയെയും മറ്റു കാര്യങ്ങളെയെല്ലാം ഉപേക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഇസ്ലാം മതം അത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. മറ്റു മതങ്ങൾ എന്ത് പറയട്ടെ, നമ്മൾ നോക്കേണ്ടതില്ല. നമ്മുടെ ഇസ്ലാം മതം അത്രത്തോളം ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് കൊണ്ടാണ് നമ്മുടെ മതം അത്രത്തോളം ഫലമായിട്ട് ഈ കാലത്തും നിലനിൽക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, നാം എല്ലാവരും ഇസ്ലാം എന്ന മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ വിരാമം വിളിക്കട്ടെ.